ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ബെർമിംഗ്ഹാമിലെ ബുൾറിങ് ഷോപ്പിംഗ് മാൾ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ബുൾറിങ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം അഡ്രസ്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം. ഇത് വലിയൊരു ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ കിട്ടും. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഔട്ട്സൈഡ് ലുക്ക്. ഈ ബുൾറിങ്ങിൻ്റെ പുറത്തുള്ള ഒരു ലുക്കാണിത്. ഈ കാണുന്നതാണ്. നമ്മൾ ബുൾറിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറം ഒരു പ്രൈമാർക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രൈമാർക്കാണ്. ഈ ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും വലിയ പ്രൈമാർക്കാണ്. ഈ റീസെൻ്റ്ലി തുടങ്ങിയതാണ്. അത് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ എല്ലാം വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഓരോ കടകളാണ്. ഇതാണ് അവരുടെ ഒരു ബുൾറിങ്ങിൻ്റെ ഒരു പിക്ചർ. ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു വലിയ ബുള്ള് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടന്നു. ഈ അകത്തേക്ക് കടക്കുമ്പോൾ രണ്ട് സൈഡിലും വലിയ വലിയ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വീഡിയോ വന്നെടുത്തതാണ്. ഇങ്ങനെ 1, 2, 3, 4 നിലയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളാണിത് ബുൾറിങ്. ഇവിടെ എല്ലാവിധ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ NCP കാർ പാർക്കിംഗ് ഉണ്ട്. അത് വലിയ പൈസയൊന്നുമില്ല. പക്ഷേ ബുൾറിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൈസയായിരിക്കും. അപ്പം കഴിയുന്നതും അതിൻ്റെ NCP പാർക്കിങ്ങിലേക്ക് പോയി നിങ്ങൾ പാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് നടന്നു വരിക. കിക്കോ എന്ന ടോയ് ഷോപ്പ്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓരോന്നോരോന്നും കാണാൻ സാധിക്കും. ഇവിടെ വലിയൊരു ലെഗോയുടെ ഒരു ഷോപ്പുണ്ട്. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഒരു വലിയ ലെഗോയുടെ ഷോപ്പാണ്. ഇവിടെ ഒത്തിരി ലെഗോ ഐറ്റംസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മേടിക്കാം. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു റോളക്സിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. ഭയങ്കര വിലപിടിപ്പുള്ള റോളക്സിൻ്റെ പല മോഡലുള്ള വാച്ചുകൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. ഈ കാണുന്നതൊക്കെ റോളക്സിൻ്റെ അടിപൊളി വാച്ചുകളാണ്. ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,000 പൗണ്ട് ഒക്കെയാണ്. ഇതിൻ്റെ 14,800 പൗണ്ടാണ് ആ കാണുന്ന വാച്ചിൻ്റെ വില. അടുത്തത് താഴെ ഇരിക്കുന്നത് ഇപ്പുറത്തെ 13,700 പൗണ്ട്. അങ്ങനെ വലിയ വലിയ വിലയുടെ വാച്ചുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റോളക്സിനോടും ഇതുപോലെ വാച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റും. ആ വാച്ച് ഒരു അടിപൊളി വാച്ചാണ്. അതിൻ്റെ വില 16,050 പൗണ്ട്. അതായത് ഓൾമോസ്റ്റ് 19 ലക്ഷം രൂപ ഇന്ത്യൻ മണി. ഇതിൻ്റെ HM ഹോമിൻ്റെ വലിയൊരു ഷോപ്പുണ്ട്. കാർലയർ എന്ന ബ്രാൻഡിൻ്റെ വേറൊരു വാച്ചുകൾ. ഇതിനും ഭയങ്കര വിലയുള്ളതാണ്. ഇതിൻ്റെ വില 9,000 ആയിരുന്നു. ഇത് തോന്നുന്നു ലേഡീസ് ടൈപ്പ് വാച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര വിലയാണ് ഇതിനൊക്കെ. എൻ്റെ 7,200 പൗണ്ട് ആ വാച്ചിൻ്റെ വില. 7,200 പൗണ്ട്, ഏകദേശം 10 ലക്ഷം രൂപ. എനിക്കറിയത്തില്ല ഇത്രയും വിലയുള്ള വാച്ചുകളൊക്കെ മനുഷ്യന്മാർ എന്തിനാണ് മേടിച്ച് കിട്ടുന്നതെന്ന്. പൈസ ഉള്ളവർക്ക് പിന്നെ എന്താ കുഴപ്പമില്ലേ. ട്യൂഡോർ എന്നുള്ള കമ്പനിയുടെ വാച്ച്.
അതിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡിവൈസൊക്കെ ഉണ്ട്. ഈ ഡിവൈസിനും പലപ്പോഴും ഈ ഡിവൈസിൽ എപ്പോഴും 50% ഡിസ്കൗണ്ട് ഉണ്ട് പല സാധനത്തിനും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ വാച്ചിൻ്റെ വേറെ സൈഡിലോട്ട് വന്നു. അപ്പോൾ ടാഗ് എന്നുള്ള കമ്പനിയുടെ ബ്രാൻഡഡിൻ്റെ കുറേ ടാഗ് അതിൻ്റെ വാച്ചുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനും അത്യാവശ്യം വിലയുണ്ട്. എന്നാലും മറ്റേ മുമ്പേ കണ്ട അത്ര ഇല്ല. 2000, 1500, 3000 ആ ഒരു റേഞ്ചിലുള്ളൊരു വിലയാണ്. ഇത് 2700 പൗണ്ട് ഓർമ്മത്തിൻ്റെ വില. മറ്റേ റോളക്സിൻ്റെ അത്രയും വിലയില്ല. ഇതൊന്നും പറഞ്ഞാൽ അത്രയും കൊള്ളത്തില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ലേഡീസ് മോഡൽ വാച്ച്. ഇതെനിക്ക് യൂണിസെക്സ് ടൈപ്പ് ഓഫ് വാച്ചാന്ന് തോന്നുന്നു. ഒത്തിരി സൈസും അല്ല, എന്നാൽ ഒത്തിരി വലുതും അല്ലാത്ത. സെഫോറ ഇതൊരു പുതിയ ഷോപ്പാണ് ഇപ്പോൾ അവിടെ തുടങ്ങിയ റീസെൻ്റ്ലി. അവിടെ വലിയൊരു സെഫോറയാണ്, അവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുറേ ഡ്രിങ്ക്സിൻ്റെ കോഫിയുടെയൊക്കെ ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ മേളിൽ. പിന്നെ നമ്മളിവിടുത്തെ ഇതിപ്പോൾ അതിൻ്റെ നമ്മൾ മെയിൻ എൻട്രൻസിൽ നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങും. ഇനിയും താഴോട്ടുള്ള അടുത്ത നിലയിലോട്ട് പോവാം. ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കുറേ ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പും ഈ ബുൾറിങ്ങിൽ വന്നാൽ കിട്ടും, നമുക്ക് മേടിക്കാൻ പറ്റും. ഇവിടെ എല്ലാ ഷോപ്പിൻ്റെ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ക്ലാർക്ക് ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി, അപ്പോൾ കടകളൊക്കെ ഒരുമാതിരി അടച്ചു പോയായിരുന്നു. JDയുടെ വലിയൊരു ഷോപ്പുറമാണിത്. എനിക്ക് തോന്നുന്നു ഈ ബർമിയാമിലെ വെസ്റ്റ് മിഡ്ലാൻഡിലെ ഏറ്റവും വലിയൊരു ഷോപ്പായത് JDയുടെ. ഭയങ്കര ഷോപ്പാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, എല്ലാ ഷൂസും ഇവിടെ എല്ലാ ബ്രാൻഡഡും കിട്ടും. ഭയങ്കര ഒരു JDയുടെ ഒരു ഷോപ്പാണ് അത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാമുവൽ എന്നും പറഞ്ഞ് ഗോൾഡിൻ്റെ ഷോപ്പ്. ഇത് ഭയങ്കര ഒരു സ്വീറ്റാണ്. ഇത് ഞാൻ മേടിച്ച് കഴിച്ചിട്ടുള്ള ഇത് അടിപൊളി സ്വീറ്റാണ്. ഇതിനൊരു 200 ഗ്രാമിൻ്റെ വില എന്നാ 6 പൗണ്ടാണ് ഇതിൻ്റെ വില. 200 ഗ്രാമിന്. ഇത് പല വെറൈറ്റി ഉള്ള സ്വീറ്റ്സാണ്, വെരി ടേസ്റ്റി ആയത്. ഇത് ഞാനൊരു 200 ഗ്രാം മേടിച്ചായിരുന്നു. പിന്നെ ഇത് സമൂസ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കാണുന്ന ഒരു പെർഫ്യൂമിൻ്റെ കണ്ടു. ഈ പെർഫ്യൂം ആക്ച്വലി നല്ല മണമുള്ള പല വെറൈറ്റിയുള്ള പല മണമുള്ള നല്ല ഒരെണ്ണം. ഇതിന് 100 ml 60 പൗണ്ട് വില. ഭയങ്കര സ്മെല്ലായത്. അത് ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച നിൽക്കുന്ന ടൈപ്പ് ഒരു മണമാണ്. ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഇതതിൻ്റെ പേര് കണ്ടോ. ഇത് നിങ്ങൾ ബർമിയാമിൽ വന്നാൽ ആ താഴത്തെ ഫ്ലോറിൽ എപ്പോഴും ഉണ്ട്. സൂപ്പർ മണമാണ്. അതുപോലെ ഇവിടുത്തെ ഒരു നെക്സ്റ്റ് ഉണ്ട്. അത് 2-3 നിലയിലുള്ളൊരു നെക്സ്റ്റാണ്. ഈ മേളിൽ നിന്ന് പോയാൽ 3 നിലയാണ്, വലിയൊരു നെക്സ്റ്റാണ്. ഇവിടെ എപ്പോഴും ഡിസ്കൗണ്ടിലൊക്കെ കിടക്കുന്നതാണ്. 50% ഡിസ്കൗണ്ടിലൊക്കെ തുണികളൊക്കെ കിടപ്പുണ്ട്. നെക്സ്റ്റിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ചീപ്പ് പ്രൈസിന് കിട്ടുന്ന സാധനമാണ് നെക്സ്റ്റ് UK. പിള്ളേരുടെ തുണിയാണേലും വലിയവരുടെ ആണേലും എപ്പോഴും അതുപോലെ അവരുടെ
നെക്സ്റ്റ് തന്നെ ഒരു ഓൺലൈനിലുണ്ട്. ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് എപ്പോഴും കിട്ടും. അവർ രജിസ്റ്റർ ചെയ്താൽ മതി. എന്നിട്ട് നോക്കിയാൽ എപ്പോഴും 50% ഡിസ്കൗണ്ടിൽ എപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. വാൻസിൻ്റെ ഷൂസിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഷൂസുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന സെൽഫ് റൈച്ച് എന്നും പറഞ്ഞ് 3 ഫ്ലോറിൽ കിടക്കുന്ന വലിയൊരു ഒരു ഷോപ്പാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും എല്ലാ ബ്രാൻഡഡും കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള മിക്സാണ്, മുകളിൽ മിക്സ് ആൻഡ് മാച്ചായിട്ട് കിടപ്പുണ്ട്. ഒത്തിരി മിക്സ് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ ബ്രാൻഡഡും മിക്സ് ആയിട്ട് ഇട്ടിരിക്കുക. അപ്പം അത് വന്ന് ഞാൻ നോക്കിയെടുത്ത് നമുക്ക് പറ്റുന്ന സൈസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അത്യാവശ്യം വിലയുണ്ട് എല്ലാത്തിനും കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ടോമി ഹിൽഫിഗർ, അതിൻ്റെ ഇപ്പുറേ നോർത്ത് ഫേസ് ഉണ്ട്. ഈ കാണുന്ന ടോമി ഹിൽഫിഗറിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് വരാറുണ്ട്. മിക്കവാറും ഞാൻ വരുമ്പോൾ അവിടെ 50%-ന് കുറേ നല്ല ജാക്കറ്റുകളൊക്കെ കിടക്കുന്നതാണ്. അത് നമ്മളിവിടെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഏരിയയിലോട്ട് തന്നെ വന്നു. ഇവിടെ മുഴുവൻ പെർഫ്യൂമും മേക്കപ്പുമാണ്. പെണ്ണുങ്ങൾക്കുള്ള മേക്കപ്പ് ഐറ്റംസും ഒരു സൈഡ് മുഴുവൻ പെർഫ്യൂമും. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലും തീരാത്ത ടൈപ്പ് പെർഫ്യൂമാണ്. നമ്മളെങ്ങും കാണാത്ത രീതിയിലുള്ള പെർഫ്യൂമുകളാണ്. ഈ ദുബായിലെ ഷോപ്പിംഗ് മാളിൽ പോകുന്നേക്കാളും അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടെയൊക്കെ പോകത്തില്ല, ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോറൂമിലൊക്കെ പോകുന്നേക്കാളും കൂടുതൽ പെർഫ്യൂമിൻ്റെ വെറൈറ്റികളും കണ്ടാലും മതി തീരാത്ത ടൈപ്പ് പെർഫ്യൂമുള്ള ഒരു ഫ്ലോറായി കാണുന്നത്. ഇത് ഓരോ ബ്രാൻഡഡാണ്. ഷനാലിൻ്റെ പല ടൈപ്പുള്ള പല സ്മെല്ലുള്ളതിനും 120 പൗണ്ട് 130 പൗണ്ട് ഒക്കെയാണ് ഇതിൻ്റെ വാല്യൂ. ഓരോ ബ്രാൻഡഡാണ്. പല ഏരിയയിൽ പല ആൾക്കാരുടെ ബ്രാൻഡഡാണ്. ഇതേ ഇരിക്കുന്നു വേറെ മില്യൻ എന്ന പേരുള്ള അടിപൊളി മണവും. ഇവിടെ ഇഷ്ടംപോലെ ടെസ്റ്ററുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്, ഇടയ്ക്ക് നോക്കിയായിരുന്നു. എല്ലാം നല്ല മണമുള്ള നല്ല സ്മെല്ലുള്ള ഓരോ ബ്രാൻഡഡാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇത് കണ്ടോ, ഇത് വേറെ. ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. മിനിമം ഒരെണ്ണത്തിന് 50 ml 60 പൗണ്ടിൻ്റെ മേളിലോട്ടാണ്. വിക്ടോറിയ ബെക്കത്തിൻ്റെ പുതിയ വേറെ ഐറ്റംസ്, അവരുടെ പെർഫ്യൂമും അവരുടെ മേക്കപ്പ് ഐറ്റംസ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിയോറിൻ്റെ അടുക്കലോട്ട് വന്നു. ഇത് ലേഡീസിൻ്റെ ഡിയോർ, നല്ല മണമുള്ള പെർഫ്യൂമുകളാണ്, പല വെറൈറ്റിയുള്ള. ആണുങ്ങളുടെ ഡിയോറിൻ്റെ സവാജ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഞാൻ മിക്കവാറും അടിക്കുന്ന നല്ല മണമാണ്. രാവിലെ അടിച്ചാൽ വൈകിട്ടായാലും പോകത്തില്ല, പക്ഷേ നല്ല വിലയുണ്ട്. പെർഫ്യൂം കണ്ട് ഞാൻ മടുത്തു. അതിന് മാത്രം പെർഫ്യൂം ഉണ്ട് ഇവിടെ എല്ലാം. നിങ്ങൾ ഇവിടെയൊക്കെ വരിക, വിസിറ്റ് ചെയ്യുക, ഇതുപോലത്തെ പെർഫ്യൂമുകളൊക്കെ മേടിക്കുക. ഇത് കണ്ട് പല വെറൈറ്റിയുള്ള പെർഫ്യൂമുകൾ.
ഇതിന് മുന്നേ ഇവിടെ ഇത്രയും പെർഫ്യൂം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒത്തിരി പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇനി സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പല മിക്സ് ആൻഡ് മാച്ച് ഞാൻ പറഞ്ഞ പോലെ പല ബ്രാൻഡഡ് മാത്രമുള്ള ഡ്രസ്സുകൾ കിടക്കുവാണ്. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാം ഉണ്ട്. ജാക്കറ്റിലും ഷർട്ടും ജീൻസും അങ്ങനെയൊക്കെ ഓരോന്നും. ഈ കാണുന്ന ഐസ്ക്രീമുകൾ പല മോഡലുള്ള ഐസ്ക്രീം. ഇതിന് പല ടേസ്റ്റാണ്. നല്ല രസമാണ് ഈ ഐസ്ക്രീം കാണാൻ. ഇത് ഒരെണ്ണം എടുക്കുക, ഇതിൻ്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് മുക്കുക. ഇത് പല ടൈപ്പുള്ള വേറെ ക്രീമുകളും ചോക്ലേറ്റുകളും അങ്ങനെയൊക്കെയുള്ള പല ടേസ്റ്റുള്ള അത് മുക്കുക. പിന്നെ ആ മുക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ ഇതിടുക, സ്പ്രിംഗ്ലിയും പോലെ ഓരോ ഐറ്റംസ് അത് മേടിക്കുക. അത് നല്ല ടേസ്റ്റായിരുന്നു. അതൊരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നമ്മൾ ബർമിംഗ്ഹാമിൽ നിന്ന് നേരെ പുറത്തിറങ്ങി, ആ ബുൾബറിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് ഈ ന്യൂ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡ്. ബർമിംഗ്ഹാമിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ബർമിംഗ്ഹാമിലെ ഏറ്റവും വലിയ ആപ്പിളിൻ്റെ ഷോറൂം. ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റിയുള്ള ആപ്പിളിൻ്റെ ഐറ്റംസ് കിട്ടും. എനിക്ക് തോന്നുന്നു വെസ്റ്റ് മിഡ്ലാൻഡിൽ തന്നെ ഒരു വലിയ ആപ്പിളിൻ്റെ ഷോറൂമായി കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.